ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകത്തിൻ്റെ 7ാം മന്ത്രത്തിൻ്റെ 2ാം ഭാഗം നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം. ഈ മന്ത്രത്തെ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടാം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം, അറിവായി ഇതിനിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഈ മന്ത്രത്തെ നമുക്കിങ്ങനെ പദച്ഛേദം ചെയ്യാം. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം, അറിവായി ഇതിന് ഇന്ന് അയോഗ്യൻ എന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. അഖണ്ഡമായ അറിവിൽ നിന്ന് ബോധത്തിൽ നിന്ന് ഇനി ഉണരരുത്, അഥവാ അറിവിൽ നിന്ന് ഇനി ഉറങ്ങരുത്. സദാ അഖണ്ഡമായ അറിവായി തന്നെ വർത്തിക്കണം. അതിന് അയോഗ്യനെന്നാൽ ആത്മസാക്ഷാത്കാരം നേടി ജനന മരണങ്ങൾക്കതീതരായി കഴിയുന്ന മുനിജന സേവയിൽ മനസ്സ് ഉറപ്പിക്കണം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം. ഈ മന്ത്രത്തിൻ്റെ പൂർവ്വഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. അതിൽ മനുഷ്യന് അഖണ്ഡമായ ബോധത്തിലേക്ക് വികസിച്ചെത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരും ആ ബോധതലത്തിലേക്കുള്ള വികാസത്തിൻ്റെ പാതയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഉള്ളതായ ബോധത്തെ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ബോധവികാസത്തിൻ്റെ പാരമ്യതയിലാണ് നമ്മൾക്ക് എത്തപ്പെടേണ്ടത്. ആ പാരമ്യതയിൽ എത്തുമ്പോഴാണ് ഈ മന്ത്രത്തിൻ്റെ 2ാം ഭാഗത്തിൽ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥ, ജനന മരണങ്ങളില്ലാതെ പ്രണവമുണർന്ന് മനുഷ്യരിങ്ങനെ വികസിച്ച് ആ അനന്തമായ അഖണ്ഡമായ അറിവിലേക്ക്, ബോധത്തിലേക്ക് ഉയർന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ബോധത്തിൻ്റെ വികാസം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ ജനിമരണങ്ങളില്ലാതാവുന്നു, ജനനവും മരണവും ഇല്ലാതാവുന്നു. ഗുരുവിൻ്റെ വാക്കിൽ പറയുമ്പം പ്രണവം ഉണരുന്നു. ഈ ബോധം ഇങ്ങനെ നമ്മുടെ കേവലബോധത്തിൽ നിന്ന് വികസിച്ച് ഉയരുന്നതനുസരിച്ച് പ്രണവം ഉണരുന്നു. അപ്പോൾ പ്രണവം എന്നുള്ള വാക്ക് പ്രണവസ്വരം, ഓങ്കാരം, ഈ പ്രപഞ്ചോൽപത്തിയുടെ ആദിമമായ നാദമാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പ്രപഞ്ചോൽപത്തിയുടെ ഏറ്റവും ആദ്യം, അതായത് ഇതെല്ലാം നമ്മൾ വിഭജിച്ച് അല്ലെങ്കിൽ ഇതിനെ പിരുത്ത് ഏറ്റവും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ധ്വനിയാണ് പ്രണവം, ഓങ്കാരം എന്നാണ് ഗുരു പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മോപദേശ ശതകത്തിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ മന്ത്രത്തിൽ ഗുരു അതും ഇതുമല്ല, സദർത്ഥമല്ല, അഹം സച്ചിദമൃതം എന്ന് തെളിഞ്ഞ് ധീരനായി സത് അസത് ഈ പ്രതിപത്തി അറ്റ് സത്ത് ഓം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സത്തായിരിക്കുന്നത് ഈ ഓം ആണ് എന്ന്, ഓങ്കാരമാണ് എന്ന് ഗുരു പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഈ മന്ത്രത്തിലും ഈ ബോധത്തെ ഇങ്ങനെ വിടാതെ, ബോധത്തിൽ നിന്നുണരാതെ അല്ലെങ്കിൽ ബോധത്തിൽ നിന്നുറങ്ങാതെ സദാ ആ ബോധത്തെ അനുഭവിക്കുന്നതിലൂടെ പ്രണവമുണരുന്നു. ഈ ധ്വനി, പ്രണവം സ്വരം ഉണർന്ന് ആ ഓങ്കാരനാദത്തിൽ ലയിക്കുന്നു. പ്രണവമുണർന്ന ഒരാളിന് പിറപ്പൊഴിഞ്ഞ്, വീണ്ടും പിറപ്പില്ല, ജനനമില്ല, പിറപ്പൊഴിഞ്ഞ് വാഴുന്ന മുനി. കണ്ടോ? അപ്പോൾ മുനിക്ക് പിറപ്പില്ല, മുനി വീണ്ടും ജനിക്കുകയില്ല. അപ്പം ഒരു മുനിയുടെ അവസ്ഥയിലേക്കാണ്, പിറപ്പൊഴിയുന്ന അവസ്ഥയിലേക്കാണ് ഓരോ മനുഷ്യനും എത്തപ്പെടേണ്ടത്. അങ്ങനെ എത്തപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ നിത്യനിരതിശയമായ
ഈ ആനന്ദത്തെ മാത്രം പാനം ചെയ്ത് സുഖം മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലെത്തപ്പെടുവാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ദുഃഖപൂരിതമായി തുടങ്ങി, അതിൽ ചില സുഖങ്ങൾ ഇങ്ങനെ മിന്നിമാഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ച് സുഖാനുഭവം വർദ്ധിച്ചു വരികയും ഈ സുഖം മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നിത്യമായ സുഖത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നിലവിൽ നിത്യമായ സുഖമില്ല എന്ന് മാത്രമല്ല, വളരെ നൈമിഷികമായ, വളരെ മിന്നിമായുന്ന സുഖാനുഭവങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ അവസ്ഥ. ഇപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇപ്പം നമ്മളെക്കാൾ സുഖം അനുഭവിക്കുന്നത് ആരാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെക്കാൾ ധനമുള്ളവർക്കാണ്, സമ്പത്തുള്ളവർക്കാണ്, അധികാരമുള്ളവർക്കാണ്, പണമുള്ളവർക്കാണ് എന്നൊക്കെ നമ്മളൊരു പക്ഷേ മറുപടി പറഞ്ഞേക്കാം. കാരണം നിലവിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. ഇനി അവരിലേക്ക് എത്തപ്പെടുമ്പോഴോ അവർ നമ്മളെക്കാൾ ദുഃഖിതർ ആയിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയലായിട്ടുള്ള ഇത്തരം സമ്പൽ സമൃദ്ധികളല്ല മനുഷ്യന് സുഖം കൊടുക്കുന്നത്. അത് ബോധത്തിൻ്റെ വികാസത്തിലാണ് മനുഷ്യന് സുഖം ഇരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് മനുഷ്യന് അത്യാവശ്യം ഉണ്ടാകേണ്ടത്. ഇത് എല്ലാ മനുഷ്യർക്കും അത്യന്താപേക്ഷിതമാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എവിടെ സുഖം ഇരിക്കുന്നു, എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിയുന്നത് എന്നുള്ള ധാരണ പൊതുവെ ഈ സമ്പദ് സമൃദ്ധികളിലാണ് സുഖം ഇരിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മനുഷ്യരെ നയിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മനുഷ്യരെ ഏത് തരത്തിലും സമ്പദ് സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ടോ ഈ സുഖം ഈ പറഞ്ഞ പോലെ ഒരു മരീചിക പോലെ അവിടെ ചെല്ലുമ്പം അതിനപ്പുറത്താണ് സുഖം നിൽക്കുന്നത്. ഇങ്ങനെ ഒരു മരീചിക പോലെ സുഖം ഒരു മരീചികയായി നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാണ്, നമ്മളെ വളരെ കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഈ മരീചിക ബോധത്തിനപ്പുറത്ത് സുഖം നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ബോധത്തിൻ്റെ വികാസത്തിനനുസരിച്ച് നമുക്ക് സുഖം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബോധം ഈ പറഞ്ഞതുപോലെ അഖണ്ഡമാകുമ്പം നിത്യമായ സുഖം അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ അതായിരിക്കണം നമ്മുടെ മനുഷ്യൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് കൃത്യമായ ഒരു ജീവിത ലക്ഷ്യമുണ്ടാവണം. അത് യാതൊരു സംശയവും വേണ്ട, സുഖാനുഭവം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആത്മോപദേശത്തിൽ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഗുരു പറയും, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. കണ്ടോ, അപ്പം സകലരും എന്ത് ചെയ്യാണ്, ആത്മസുഖത്തിനായിട്ടുള്ള പ്രയത്നങ്ങളാണ് സദാപി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇത് വർത്തമാനം പറയുന്നു, വാസ്തവത്തിൽ അത് എനിക്കൊരു എൻ്റെ സുഖദൃഷ്ടിയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങളിലും ഒരു സുഖതൃഷ്ണ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ സുഖതൃഷ്ണയെ ഇത് ഒരല്പം ശമിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് കേട്ടിരിക്കാൻ കഴിയുന്നത്. എൻ്റെ സുഖതൃഷ്ണയെ എൻ്റെ ഈ പറച്ചിലോ എൻ്റെ ഈ ചിന്തയോ എനിക്ക് അനുഭവം തരും, സുഖം തരും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യരും സദാപി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ മനുഷ്യന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ജഗതിയിൽ ഈ മതം, ഈ അഭിപ്രായം ഏകമാണ്. പക്ഷേ സംഭവിക്കുന്നത് ഈ സുഖത്തോടുള്ള മനുഷ്യൻ്റെ താല്പര്യം ചെന്നെത്തും, അവന് ഈ സുഖം എവിടെ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട് സുഖത്തെ അന്വേഷിച്ച് അവൻ ചെന്നപ്പെടുന്നത് പലപ്പോഴും ദുഃഖപൂരിതമായിട്ടുള്ള അനുഭവങ്ങളിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബോധത്തിൻ്റെ വികാസം അനുസരിച്ചിട്ടാണ് നമുക്ക് സുഖം ഉണ്ടാകുന്നത് എന്നാണ് ഗുരു ഈ മന്ത്രത്തിൽ പഠിപ്പിക്കുന്നത്. ആ ബോധം എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുവോ അതനുസരിച്ച് നമുക്ക് സുഖത്തെ അനുഭവിക്കുവാൻ കഴിയുന്നു. ഏതുപോലെ ഉറക്കം സുഖമാണ്. ആ ഉറക്കം നമ്മൾ ബോധത്തിലൂടെ തന്നെ ആ ഉറക്കത്തിലെ സുഖം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. അപ്പോൾ അറിവായി വസിക്കണം, അറിവായി വർത്തിക്കണം. അറിവാണ് നമുക്ക് സുഖം തരുന്നത്. അതിനിന്ന് അയോഗ്യനെന്നാൽ, അപ്പം നിനക്ക് ഈ അറിവെന്ന് പറയുന്ന ഈ അഖണ്ഡമായ ബോധതലത്തെ സൂക്ഷിക്കുവാൻ, ആ അവസ്ഥയിൽ പ്രാപിക്കുവാനും അത് നിലനിർത്തുവാനും കഴിയുന്നില്ല എങ്കിൽ, ഇതിന് ഇന്ന് അയോഗ്യനെങ്കിൽ, കണ്ടോ അവിടെ ആ പ്രയോഗം വളരെ സൂക്ഷിക്കണം. ഇന്ന് അയോഗ്യനെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ എന്നും അയോഗ്യനായി ഇരിക്കില്ല എന്നുള്ള ഉദ്ബോധനം കൂടി അതിനകത്തുണ്ട്. നിനക്കതിന് യോഗ്യത ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. നീ മനുഷ്യനാണെങ്കിൽ നിനക്കതിന് യോഗ്യത ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ന് നീ അയോഗ്യനായിരിക്കാം. അപ്പോൾ നീ ഇന്ന് എന്ത് ചെയ്യണം? അവിടെയാണ് ഗുരുവിൻ്റെ ഏറ്റവും പ്രായോഗികമായ, ഇന്ന് അയോഗ്യനെങ്കിൽ എന്ത് ചെയ്യണം? നീ പ്രണവം ഉണർന്ന്
പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജനസേവയിൽ മനസ്സുറപ്പിക്കണം. എന്തിനാണ് ഈ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജനസേവയിൽ നീ മനസ്സുറപ്പിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടും കൂടിയാണ്. വാസ്തവത്തിൽ നിനക്ക് അതിലൂടെയും നീ എത്തപ്പെടുന്ന എവിടെയായിരിക്കും? ഈ ബോധതലത്തിലേക്കായിരിക്കും. പക്ഷേ ഇന്ന് നിനക്കതിന് പറ്റുന്നില്ല. ഏത്? ആ ബോധതലത്തെ സ്ഥിരമായി ആ ബോധതലത്തിൽ നിന്ന് ഉണരാതെ, അല്ലെങ്കിൽ ബോധതലത്തിൽ നിന്ന് ഉറങ്ങാതിരിക്കുവാൻ, ആ ബോധത്തെ സ്ഥിരമായി സൂക്ഷിക്കുവാൻ ഇന്ന് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിനക്ക് കഴിയേണ്ടത് എന്താണ്? അത് തന്നെയാണ്. നാളെ ആയിരുന്നാലും നിനക്ക് ഇത് തന്നെയാണ് കഴിയേണ്ടത്. പക്ഷേ ഇന്ന് നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യുക? നിനക്കൊരു ഉപാധിയുണ്ട്. നീ ഹതാശയനാവണ്ട. നീ എന്തു ചെയ്യുക? നീ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന. കണ്ടോ, അത് ശ്രദ്ധിക്കണം. പ്രണവം ഉണർന്നാൽ പിന്നെ പിറപ്പൊഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ബോധത്തിൻ്റെ വികാസം ഉണ്ടാകുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു. എല്ലാവരെയും സ്നേഹമായി കരുതാൻ, ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നു. അപ്പോൾ ആ ബോധവികാസമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ബോധത്തിൽ ബോധസ്ഥിതനായി വസിക്കണം എന്നാണ്. പക്ഷേ അതിന് കഴിയുന്നില്ല എങ്കിൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഗുരു പറഞ്ഞതിൻ്റെ സാരം. ഇപ്പം ഗുരുവിന് അതങ്ങനെ പറയാം. കാര്യം എന്താ? ഗുരു ആ ബോധത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു അവസ്ഥയുണ്ട്, ആ അവസ്ഥയിൽ നിന്ന് ഉണരരുത്, അത് തന്നെ തുടരണം. പക്ഷേ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ഗൗരവം, അത് സാധിക്കുവാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ എന്ത് ചെയ്യണം? നീ അതങ്ങ് ഇരിക്കട്ടെ, അങ്ങനെ ഒരു ബോധാവസ്ഥ ഉണ്ടെന്ന് നീ മനസ്സിലാക്കി അത് സൂക്ഷിക്കുക. ഒപ്പം നീ ഇന്നെന്ത് ചെയ്യാം? പ്രണവമുണർന്ന്, ഈ ബോധമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന. അപ്പം നമ്മളൊന്നും പിറപ്പൊഴിഞ്ഞവരോ പ്രണവ ഉണർന്നവരോ അല്ല. നമ്മൾ വെറും പച്ച മനുഷ്യരാണ്. അപ്പം പച്ച മനുഷ്യരായ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. ഇനി എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ഇപ്പം എന്തായാലും മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല. ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാതൊന്നും അറിയില്ല. അതാണ് സത്യം. അപ്പോൾ പ്രണവം ഉണർന്ന ആ ഒരു ബോധാവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിറപ്പൊഴിയും. പിറപ്പെന്ന് പറഞ്ഞാൽ ജനനം. അപ്പം നമ്മളൊക്കെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായി വീണ്ടും വീണ്ടും ജനിക്കും എന്നാണ് കരുതേണ്ടത്. നമ്മുടെ ശരീരം പേറിയിരിക്കുന്നു. അപ്പോൾ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ കുറേ അധികം പ്രവൃത്തികളുണ്ട്. ഈ ശരീരം കൊണ്ട് നമ്മൾ കുറേ ബാധ്യതകളും ബന്ധങ്ങളും ഉണ്ടാക്കി വയ്ക്കും. എൻ്റെ ഈ ശരീരം, ഞാനെന്ന ഈ ശരീരം പേറിയതോടുകൂടി എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെ കണ്ടോ കുറേ ബന്ധങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് ആ ബന്ധങ്ങളോടെല്ലാം എനിക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതയെല്ലാം എനിക്ക് ഈ ശരീരം നിലനിൽക്കുന്നത്രോളം കാലം കൊണ്ട് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ജനിക്കേണ്ടി വരും. ഇതാണ് ഈ ഒരു കർമ്മ സിദ്ധാന്തത്തിൻ്റെ ഒരു ഏറ്റവും ലളിതമായ ആവിഷ്കാരം. അപ്പോൾ എൻ്റെ ഈ ശരീരം പേറിയിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് ഈ ശരീരം കൊണ്ട് ഞാൻ കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശരീരം എനിക്ക് തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, അതൊരു ബന്ധമാണ്. പിന്നെ സഹോദരങ്ങളുണ്ട്, പിന്നെയോ ഭാര്യയുണ്ടായി, മക്കളുണ്ടായി, കണ്ടോ മക്കളുടെ മക്കളായി. ഇങ്ങനെ ഒരു വലിയ ബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖല ഈ ശരീരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ബന്ധങ്ങളോടെല്ലാം എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നീതി പുലർത്തേണ്ടതുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യതയും നീതിയും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തു ചെയ്യും? അത് ഒരു കടമായി ബാധ്യതയായി നിൽക്കുന്നു. അപ്പോൾ എന്തു ചെയ്യുന്നു? അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്, ആ ഒരു ബാധ്യത. അപ്പം നമുക്ക് ആ ബാധ്യത നിറവേറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ബാധ്യതയും അതിൻ്റെ വീട്ടലുമാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ ഈ ശരീരം കൊണ്ട് സാധിക്കുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എന്തു ചെയ്യും? ജനിക്കും എന്ന് കരുതുന്നത് തന്നെയാണ് യുക്തി. അതുകൊണ്ടാണ് ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുനർജന്മമില്ല എന്ന് കരുതുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതല്ല. യുക്തിക്ക് കാരണം ഇതുണ്ടായി, എന്തായാലും ഞാൻ ഈ ബാധ്യത, എനിക്ക് ഈ ശരീരം കൊണ്ട് കുറേ ബാധ്യതകൾ ഉണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഈ ശരീരം തീരുന്നത് കൊണ്ട് എൻ്റെ എല്ലാ ബാധ്യതയും എനിക്ക് നിവർത്തി വരുത്തുവാനോട്ട് സാധിക്കുകയില്ല. അപ്പോൾ എന്തു ചെയ്യും? ആ ബാധ്യത ഇവിടെ കടമായി നിൽക്കും. അപ്പോൾ ആ കടം അല്ലെങ്കിൽ ആ ബാധ്യത എനിക്ക് എൻ്റെ ആത്മാവിന് നിറവേറ്റാതിരിക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തു ചെയ്യുന്നു? വീണ്ടും ഒരു ശരീരത്തിലൂടെ ഇത് പ്രവർത്തിക്കുവാൻ സാധിക്കും. ആത്മാവിന് കർമ്മം ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ എന്തു ചെയ്യണം? ശരീരം വേണ്ടി വരും. അപ്പോൾ എന്തു ചെയ്യും? വീണ്ടും എടുക്കും. ആ ജന്മം എന്തു ചെയ്യും? ഇതേപോലെ കുറേ ബാധ്യത വലിച്ചു വെക്കും. അപ്പോൾ അത് വീട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് ഇതിൻ്റെ ചക്രീയമായ പോക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. അതുകൊണ്ടാണ് ഗുരു യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതല്ല. അപ്പോൾ പുനർജന്മം ഉണ്ട്, പുനർജന്മം ഇല്ല എന്ന് കരുതുന്നത്
യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്നതല്ല എന്ന് ഗുരുവിൻ്റെ വാക്കുകളുണ്ട്. ഈ പ്രണവം ഉണർന്നാൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസം പ്രാപിക്കുന്നതനുസരിച്ച് ഇവൻ ഈ കർമ്മബന്ധങ്ങൾ ഇല്ലാതാവുകയും പിറപ്പൊഴിയുകയും ചെയ്യും. കർമ്മബന്ധങ്ങൾ ഇല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാധ്യത ഇല്ലാതാവുന്നു, പിറപ്പൊഴിയുന്നു. ഇപ്പോൾ പിറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. പിറപ്പില്ലാതാവണമെങ്കിൽ ഇത് വേണം, ഈ പറഞ്ഞ ബോധത്തിൻ്റെ വികാസം സാധ്യമാവണം. അപ്പോൾ ബോധത്തിൻ്റെ വികാസം സാധ്യമാകുമ്പോഴാണ് പിറപ്പ് ഒഴിയുന്നത്. അപ്പോൾ ഗുരു ഈ പിറപ്പൊഴിഞ്ഞ ബോധത്തിൻ്റെ വികാസം സാധ്യമായ മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗുരു ഈ ബോധത്തിൻ്റെ വികാസം പ്രാപിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഗുരുവിൻ്റെ ഓരോ വാക്കും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പം ഗുരുവിൻ്റെ ഈ ബോധത്തിൻ്റെ വികാസത്തിൻ്റെ ബഹിർസ്ഫുരണം കാണാൻ സാധിക്കും. ഗുരുവിനെ നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താവെന്നും നവോത്ഥാന നായകൻ എന്നൊക്കെ വിലയിരുത്തുന്നതിൻ്റെ മതിയായ കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ കൃതികൾ പഠിക്കുമ്പം നമുക്കതിന് അത് പ്രസക്തമല്ലാതായി തോന്നാമെങ്കിലും അതും വളരെ പ്രസക്തം തന്നെയാണ്. കാര്യം ഈ ഒരു ബോധതലത്തെ പ്രാപിച്ച ഒരു മനുഷ്യൻ ഇത്രയേറെ മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഗുരുവിൻ്റെ സമകാലീനരായിട്ടുള്ള ഈ ബോധതലത്തെ പ്രാപിച്ച പലരെയും വിലയിരുത്തിയാൽ, ഇപ്പം ഏറ്റവും അടുത്ത ചട്ടമ്പിസ്വാമിയെ വിലയിരുത്തിയാൽ, സ്വാമി പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്തിട്ടില്ല. സ്വാമിക്കുണ്ടായതായ ബോധവികാസത്തിൻ്റെ അനുഭൂതിയെ ആസ്വദിച്ച് കഴിയുകയാണ് സ്വാമി ചെയ്തിട്ടുള്ളത്. തികഞ്ഞ ഋഷിയായിരുന്നു. വേറെ ഒരു കാര്യത്തിലും, ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യത്തിലും സ്വാമി വ്യാകുലനായിരുന്നില്ല. രമണ മഹർഷിയെ നോക്ക്, രമണ മഹർഷി എങ്ങനെയായിരുന്നു? സ്വാമിക്ക് ലോകത്ത് എന്ത് നടന്നാലും യാതൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? അപ്പം രമണ മഹർഷി ആ ബോധതലത്തിൽ ഇങ്ങനെ ആ ബോധത്തെ ഇങ്ങനെ പാനം ചെയ്ത് കഴിയുകയായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ എന്ത് നടന്നാലും മഹർഷിക്ക് യാതൊരു വ്യത്യാസവുമില്ല. വസ്ത്രം പോലും ധരിച്ചിട്ടില്ല. കാരണം വസ്ത്രം ആരോ സ്വാമിയോട് വസ്ത്രം ധരിക്കാത്തത് ചോദിച്ചപ്പം, ഇപ്പം നമ്മളിവിടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ എന്താ ധരിക്കാത്തത് തിരിച്ചു ചോദിച്ചു. അപ്പം നിങ്ങൾ വലിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്, സ്വാമി വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് സ്വാമിയെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മഹർഷിയെ കുറ്റപ്പെടുത്തുമ്പോൾ മഹർഷി തിരിച്ചു ചോദിക്കും, നിങ്ങളെന്താ ഇവിടെ ഇതൊന്നും ചെയ്യാത്തതെന്ന്. എന്താ കാര്യം? അപ്പം നമുക്ക് ഇവിടം എങ്ങനെയാണോ എന്നതുപോലെ സ്വാമിക്ക് ഈ പറയുന്ന പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഉള്ളൂ. ആ നിലയിൽ ആ ബോധത്തിലാണ്. വസ്ത്രം ധരിക്കേണ്ട ആവശ്യം പോലും ഇല്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കഴിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ കഴിക്കും, കൊണ്ട് കൊടുത്തില്ല കഴിച്ചില്ല. ഇതൊക്കെയാണ് സന്യാസിമാരുടെ ഈ ബോധത്തെ പ്രാപിച്ച മഹർഷിമാരുടെ അവസ്ഥയെന്ന് പറയുന്നത്. പക്ഷെ ഗുരു അങ്ങനെ ആയിരുന്നില്ല. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്വാമി എന്ത് ചെയ്യുന്നു? ഗുരു എന്ത് ചെയ്യുന്നു? വെറും സാധാരണക്കാരെ പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരെന്ത് ചെയ്തു? ആ സാധാരണത്വത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഗുരുവിനെ വിലയിരുത്തി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചട്ടമ്പി സ്വാമി തിരുവടികൾ പോലും ഗുരുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോഴും പ്രവർത്തിയാരാണല്ലേ എന്ന് പറഞ്ഞാൽ. പ്രവർത്തിയാരെന്ന് പറഞ്ഞാൽ പഴയ വില്ലേജ് ഓഫീസറെ പറയുന്ന പേരാണ് പ്രവർത്തിയാർ. പള്ളിക്കൂടം ഉണ്ടാക്കണം, പണം പിരിക്കണം, അധ്യാപകരെ വിളിക്കണം, ശമ്പളം കൊടുക്കണം, ഇതെല്ലാം ആരുടെ പണിയാണ്? ഇതെല്ലാം ഗുരു ഏറ്റെടുത്ത് നടത്തുന്നു. ആ കാലഘട്ടത്തെ എടുത്തു നോക്കിയാൽ ഗുരുവിൻ്റെ സ്വാധീനത്താൽ ഒട്ടൊരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട് കേരളത്തിൽ. ഗുരുവിനൊരു രീതി ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ ഒരു പ്രമാണിയെ കാണും, എന്നിട്ട് അവരോട് കൽപ്പിക്കും ഈ വിദ്യാലയം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഗുരു കൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കും. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് വിദ്യാലയങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാര്യം മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാലേ പുരോഗതി ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും അതിനെ ചട്ടമ്പിസ്വാമി എങ്ങനെ കരുതുന്നു? ഇപ്പോഴും ഈ പണിയിൽ നിൽക്കുകയാണോ എന്ന്. അപ്പോൾ ഗുരു അതിന് മറുപടി കൊടുത്തതിൽ നിന്ന് നമുക്ക് ഗുരുവിൻ്റെ ആ ബോധതലത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? പ്രവൃത്തിയുണ്ട്, ആരില്ല. പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നു എന്നൊരു ബോധത്തിലാണ്. നിങ്ങളിത് കേൾക്കുമ്പം നിങ്ങൾ കേൾക്കുന്നു എന്നൊരു ബോധത്തിലാണ്. അതാണ് ആര് കേൾക്കുന്നു? ഞാൻ കേൾക്കുന്നു. ആര് പറയുന്നു? ഞാൻ പറയുന്നു. ആര് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നു. കണ്ടോ? ഇവിടെ എല്ലാം സജീവമായി നിൽക്കുന്ന ഒരു ഞാനുണ്ട്. പക്ഷേ ഗുരു പറയുകയാണ്, ആ ഞാനില്ലാതെ ആണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ബോധം വികസിക്കുന്നതനുസരിച്ച്, അറിവ് വികസിച്ച് അറിവിൽ മാത്രമായി കഴിയുമ്പോൾ ഈ ഞാനില്ല. പിന്നെ അവിടെ ഒരു ഞാൻ ഇരിക്കാൻ കഴിയില്ല. അപ്പം നമുക്കുള്ള പ്രശ്നം എന്താ? നമുക്ക് അറിവില്ല. അപ്പോൾ എന്തുണ്ട്? ഞാനുണ്ട്. ഈ അറിവും ഞാനും ഒന്നിച്ചിരിക്കത്തില്ല. നമ്മളെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തിലാണ്. ഗുരുവോ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധത്തിലല്ല. ആരില്ല. അപ്പം എനിക്കവിടെ ഇരിക്കാൻ ഞാനെന്ന് പറയുന്ന എന്താ അതില്ല, അത് വികസിച്ചു. അതുകൊണ്ടാണ് ഗുരു നാം എന്നാ പറയുന്നത്. ഞാനെന്ന് ഗുരു പറയാറേ ഇല്ല.
ഗുരു ഞാനെന്നല്ല പറയുന്നു, നാം എന്നാ പറയുന്നത്. എന്താ നാം എന്ന് പറഞ്ഞാൽ ഞാനില്ല. നമ്മുടെ വ്യവഹാരത്തിൽ പോലും ഒരു ഞാനെന്ന് പറയാൻ പറ്റാത്തൊരു അറിവിലേക്ക്, ബോധത്തിലേക്ക് ഗുരു ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആത്മോപദേശത്തിലെ 7-ാം മന്ത്രത്തിൽ പറയുന്ന ഈ അറിവിൽ നിന്ന് ഉറങ്ങാത്ത, അറിവിൽ നിന്ന് ഉണരാത്ത, അറിവ് മാത്രമായിരിക്കുന്ന ഒരു ബോധതലത്തെ ഗുരു സദാ പ്രാപിച്ചിരുന്നു, ഉൾക്കൊണ്ടിരുന്നു. അതും പേറിയായിരുന്നു ഗുരു ഈ സമൂഹത്തിലൂടെ വിഹരിച്ചിരുന്നത് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മനുഷ്യന് ആ ഒരു തലത്തിലേക്ക് എത്തപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ഇന്ന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജനസേവ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും നിങ്ങളും ചെയ്യുന്ന അത് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെയൊക്കെ ആ ഒരു ബോധതലത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടും തിരിച്ചറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പ്രാപിച്ച ഒരു ഗുരുവിനെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ആ ഗുരുവിൻ്റെ സേവയിൽ മൂർത്തി നിർത്തുന്നു. നമ്മുടെ മനസ്സ് ആ ഗുരുസേവയിൽ സമർപ്പിക്കുന്നു. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഗുരുസേവയാണ്. അപ്പോൾ ഇതിന് പകരം ഇത് ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര വിശ്വാസത്തിൽ വഴിപാട് ചെയ്ത് ജീവിക്കാം, ശബരിമലയ്ക്ക് പോകാം, പളനിക്ക് പോകാം, പിന്നെ വേറെ ഈ തീർത്ഥാടനങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. അതുമൊക്കെ മറ്റൊരു വഴി. അപ്പം അതിൽ നിന്ന് മാറിയ വഴിയാണിത്. ഇതെന്താ? ഇത് ഗുരു മുനിജന സേവയിൽ മൂർത്തി നിടുന്നു. അപ്പം ഇത്തരം പിറപ്പൊഴിഞ്ഞ മുനികളുണ്ട്, ഇത്തരം പിറപ്പൊഴിഞ്ഞ ഗുരുക്കന്മാർ. അപ്പം മുനിയും ഗുരു ഒന്നാണ്. മുനി ഓതും ഗുരു ഓതും അർത്ഥവും. അപ്പം ഗുരു ഓതുന്നതും മുനി ഓതുന്നതും ഒന്ന് തന്നെയാണ്. ഈ ഗുരുവിൻ്റെ സേവയിൽ ശ്രദ്ധ ചെലുത്തുന്നത് വാസ്തവത്തിൽ എന്തിനുള്ള വഴിയാണ്? ബോധവികാസത്തിൻ്റെ വഴിയാണ്. അപ്പം നമ്മൾ ഈ ഗുരുവിൻ്റെ ദർശനത്തെ പഠിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബോധവികാസം സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ബോധവികാസത്തിന് വേണ്ടിയാണ് നമ്മളൊരു ഗുരുവിനെ പിന്തുടരുന്നത്. അപ്പോൾ ആ ഗുരുവിനെ പിൻപറ്റി നമ്മൾ പോകുമ്പം നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളിലും ആ ബോധവികാസം സംഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോളോവറായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മതത്തോട് അസഹിഷ്ണുത കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിലായോ? അപ്പം അതൊരിക്കലും ഒരു ഗുരു ഈ നാരായണ ഗുരുവിൻ്റെ ഫോളോവർ അല്ല. കാര്യം എന്താ? ഗുരുവിൻ്റെ ഫോളോവറായ ഒരാൾക്ക് ഒരു മതത്തെയും നിഷേധിക്കുവാനോ വിമർശിക്കുവാനോ വിദ്വേഷിക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു ബോധതലമാണ് ഗുരു ഉൾക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ബോധതലത്തെ പങ്കുവയ്ക്കുവാനാണ് നമ്മൾ ഗുരുവിൻ്റെ വഴിയെ പോകുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ പിന്നാലെ പോകുന്നവർ, ഗുരുവിനെ പിൻപറ്റി ഈ ഗുരുവിൽ മൂർത്തി നിർത്തുന്ന മനുഷ്യർ എന്തു ചെയ്യണം? ഗുരു പറഞ്ഞതായ തത്വങ്ങളെ, മൂല്യങ്ങളെ പിന്തുടരുന്നവരായിരിക്കണം. അവർക്ക് ജാതിയോടും മതത്തോടും ദൈവത്തോടും ഒക്കെ ഉള്ള കാഴ്ചപ്പാട് ഏകത്വം നിറഞ്ഞതാണ്. അതൊരിക്കലും എങ്ങനെയുള്ളതല്ല? ബഹുവിധമായിട്ടുള്ളതല്ല. അതൊരിക്കലും മനുഷ്യനെ വിഭാഗീയമാക്കുന്ന ഒന്നല്ല. അതൊരിക്കലും മനുഷ്യനിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒന്നല്ല. അതൊരിക്കലും മനുഷ്യരിൽ നീചത്വങ്ങൾ ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. മനുഷ്യരെല്ലാം ഒന്നായി കാണുന്ന, ഈ പ്രപഞ്ചത്തെ ആകെ കൂടി ഒന്നായി കാണുന്ന ഒരു വലിയ തത്വശാസ്ത്രമാണ് ഗുരു ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വഴിയേ പോകുന്നവരാണ്, ആ മാർഗം പിൻപറ്റുന്നവരാണ് ഗുരുവിൻ്റെ ഭക്തന്മാരായിട്ടുള്ളവർ. അവരെന്ത് ചെയ്യുന്നു? ആ മാർഗം പിന്തുടരുന്നതിലൂടെ തന്നെ അവരിലും ബോധവികാസം സംഭവിക്കുന്നു. ഇതും പണ്ടാശാൻ പാടിയിട്ടുണ്ട്. ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമവ്യാഹാര ബലത്താൽ വിജയിപ്പു. കേട്ടോ, ഗുരുവിൻ്റെ നാമം വ്യവഹരിക്കുന്നതിലൂടെ തന്നെ അവരെന്ത് ചെയ്യുന്നു? വികസിക്കുന്നു, വിജയിക്കുന്നു. ഇതാണ് ഗുരു പറഞ്ഞ, ഒന്നുകിൽ ബോധത്തോടുകൂടി ഉറങ്ങാനും ബോധത്തോടുകൂടി ഉണരാനും കഴിയണം, അല്ലെങ്കിൽ സദാ ബോധത്തിൽ വർത്തിക്കണം. സ്ലീപ്പ് വിത്ത് കോൺഷ്യസ്നെസ്, അല്ലേ? ബോധത്തോടുകൂടി ഉറങ്ങാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനൊരു ഗുരുവിനെ ശരണം പ്രാപിക്കുക, ആ ഗുരുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് രണ്ടും നിങ്ങളെ എവിടെ എത്തിക്കും? ഈ അഖണ്ഡമായൊരു ബോധതലത്തിലേക്ക് എത്തിക്കും. അതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അവിടെ മാത്രമാണ് സുഖം എപ്പോഴും ശാശ്വതമായി വർത്തിക്കുന്നത്. ആ സുഖത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജന്മം. അപ്പോൾ ഈ ആത്മോപദേശ ശതകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളെ ഗുരു എങ്ങനെ അറിഞ്ഞു? ഇത് ഇപ്പോൾ ഔപനിഷികമായിട്ടുള്ള അല്ലെങ്കിൽ ഉപനിഷത്തും വേദങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഗുരു അറിഞ്ഞതാണോ, അതോ തൻ്റെ അനുഭവത്തിലൂടെ ഗുരു അറിഞ്ഞതാണോ? ഇതൊരു സുപ്രധാനമായ വിഷയമാണ്.
അപ്പം ബഹുഭൂരിപക്ഷം ജനങ്ങളും കരുതുന്നത് ഈ ഔപനിഷദികമായ ശാസ്ത്രങ്ങളെ പഠിച്ചിട്ട് ആ ശാസ്ത്ര പരിജ്ഞാനത്തിലൂടെ ഗുരു ഇതൊക്കെ എഴുതിയിരിക്കുന്നു എന്നാണ്. നമ്മൾ ഈ കൃതിയെ അടുത്തറിയുമ്പോൾ ഇതൊരു ശാസ്ത്ര പഠനത്തിലൂടെയോ പരിചയത്തിലൂടെയോ ഗുരു അവതരിപ്പിക്കുന്നതല്ല, മറിച്ച് ഗുരുവിൻ്റെ അനുഭവമാണ് ഗുരു പങ്കുവയ്ക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായും തിരിച്ചറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഇപ്പം ഗുരുവിനെ ഇങ്ങനെ ശാസ്ത്ര പഠിതാവായി കരുതുന്നവർ പലരും ഈ കൃതിയോട് സമീപിച്ചിട്ടുള്ളവരല്ല. ഗുരുവിനെ വളരെ വിദൂരതയിൽ നിന്ന് നോക്കിക്കാണുന്നവരാണ്. ഇപ്പോൾ ഗുരു വാരണപ്പള്ളിയിൽ പഠിക്കാൻ പോയി, അവിടുന്ന് പഠിച്ചു, പിന്നെ അയ്യ വൈകുണ്ഠസ്വാമിയുടെ അവിടെ പോയി, പിന്നെ തൈക്കാട്ടയ്യ അവിടെ പോയി, ഇങ്ങനെ പലയിടങ്ങളിൽ പോയി അവിടുന്നൊക്കെ ഓരോന്ന് പഠിച്ചു. അവിടുന്നൊക്കെ ഓരോന്ന് പഠിച്ചതിൻ്റെ എല്ലാം കൂടെ ആകെ തുകയാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്ന കൃതികൾ എന്ന് പറയുന്നവർ ഗുരുവിനെ വളരെ വിദൂരതയിൽ നിന്ന് നോക്കിക്കാണുന്നവരാണ്. പക്ഷേ ഗുരുവിൻ്റെ കൃതികളോട് വളരെ അടുത്ത് നിന്ന് പരിചയപ്പെടുമ്പം ഈ പറഞ്ഞ അനുഭവം പേറിയിട്ട് ഈ അനുഭവത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ സ്തോത്രകൃതിയെന്നും ദാർശനിക കൃതിയെന്നും പ്രബോധനാത്മക കൃതിയെന്നും ഒന്നും തിരിക്കാൻ പറ്റത്തില്ല. ഈ സ്തോത്രകൃതിയിലും പ്രതിപാദിക്കുന്ന ഇതേ ദർശനം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ അറിവ് ഇപ്പം നമ്മൾ ഈ മന്ത്രത്തിൽ പഠിപ്പിക്കുന്ന ഈ അഖണ്ഡമായ ബോധത്തിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാം സാധ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അപാരതയുണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ ചെറിയ മനുഷ്യന്മാരാണ്, വളരെ ചെറിയവർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായ ചെറിയ ജോലികൾ ചെയ്യാം, വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ വട്ടത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന വളരെ പരിമിതരായിട്ടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷേ മനുഷ്യൻ ഇങ്ങനെ വികസിക്കുന്നതനുസരിച്ചിട്ട് ഈ മനുഷ്യൻ്റെ വികാസം പൂർണ്ണമാകുമ്പോൾ എന്തും സാധ്യമാകുന്ന ഒരു അനുഭവമാണ് നമുക്ക് നാരായണ ഗുരുവിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തും സാധ്യമാകുന്ന, ഇപ്പോൾ ഗുരുവിൻ്റെ ചെയ്തികളെ നമ്മൾ നോക്കുമ്പോഴും ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് നോക്കുമ്പോൾ, ഇപ്പം കാലാകാലങ്ങളായി പൂജ ചെയ്ത് പ്രസാദിപ്പിച്ച് പിന്നെ ജന്തുബലിയും മറ്റുമൊക്കെ ചെയ്ത് പ്രസാദിപ്പിച്ച് ഇരുന്ന ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജ ഇപ്പം ഈ ഒരു ദുഷ്ചെയ്തി ഇല്ലാതാക്കണമെങ്കിൽ, ഇപ്പം ഈ ബലി ഇല്ലാതാക്കണേ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്കത് മനസ്സിലാവില്ല. വിശ്വാസികൾ ഒരു കാരണവശാലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരല്പം പോലും വ്യതിചലിക്കുവാൻ അവർ സന്നദ്ധരല്ല. ആ വിശ്വാസത്തിൽ നിന്ന്, ആചാരത്തിൽ നിന്ന് അല്പം മാറിയാൽ എല്ലാം നശിച്ചു പോകുമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ കരുതുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടത്തില്ല. ഗുരു എന്ത് ചെയ്യുന്നു, ഈ നൂറ്റാണ്ടുകളായിട്ട് ഈ പൂജയും ഒക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തി എത്രയോ കാലം കൊണ്ട് അവരുടെ ദൈവമായി കരുതിയ ഈ വിഗ്രഹത്തെ പിഴുതു മാറ്റുകയാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഒരു മനുഷ്യൻ എങ്ങനെ അത് സാധിക്കും? അതിനെങ്ങനെ ധൈര്യം ഉണ്ടാവും? പിറ്റേ ദിവസം യാതൊരു പ്രയാസവും ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഈ അടുത്ത ദിവസം കോഴി ആടുമൊക്കെ ആയിട്ട് ബലിയർപ്പിക്കാൻ വന്നവർ എന്ത് ചെയ്യുന്നു, ആ വിഗ്രഹം ഇല്ല എന്നുള്ള കാരണത്താൽ മടങ്ങിപ്പോവുകയാണ്. നടക്കുമോ? അപ്പോൾ ഇന്നൊരു ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു മൂലക്കല്ലിരിക്കുന്ന ഒരു മൂലക്കല്ല് മാറ്റിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ആ വിശ്വാസികൾ ഒരിക്കലും ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അവർ ചെയ്തു പോന്നിരുന്നതിൽ നിന്ന് അണുവിട ചലിക്കുവാൻ, വ്യതിചലിക്കുവാൻ അവർ സന്നദ്ധരാകാതിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു, വിശ്വാസങ്ങൾ സമൂഹത്തിന് ദോഷം വരുത്തുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ വിശ്വാസത്തിന് ആധാരമായ വിഗ്രഹത്തെ തന്നെ എടുത്തു മാറ്റുന്നു. അതെങ്ങനെ സാധിക്കുന്നു? അത് സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ബോധതലത്തിലേക്ക് ഉയർന്ന ഒരുവന് മാത്രമേ അത് കഴിയൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആ ബോധതലത്തിലേക്ക് എത്തപ്പെട്ടാൽ മനുഷ്യന് സാധിക്കാത്ത യാതൊന്നും ഇല്ല എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബോധത്തിൻ്റെ പരിമിതിയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ പരിമിതി. എനിക്കതിന് കഴിയുന്നില്ല, എനിക്കിതിന് കഴിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ ബോധത്തിൻ്റെ പരിമിതിയാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ബോധവികാസം മാത്രമാണ് മനുഷ്യൻ്റെ പരിമിതികളെ ഉല്ലംഘിക്കുവാനുള്ള വഴി. അപ്പോൾ ബോധത്തിൻ്റെ വികാസം സാധിച്ചാൽ മനുഷ്യൻ്റെ പരിമിതികളെ അവന് തന്നെ ഉല്ലംഘിക്കുവാൻ സാധിക്കും. വാസ്തവത്തിൽ ഇത് മനുഷ്യനെ ലിബറേറ്റ് ചെയ്യുന്ന, മനുഷ്യനെ ഇങ്ങനെ അവൻ്റെ എല്ലാ ചങ്ങലകളിൽ നിന്നും പൊട്ടിച്ചെറിയുന്ന ഒരു അറിവാണ് ഗുരു ആത്മോപദേശത്തിലൂടെ നൽകുന്നത്. ഇതാണ് കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. നിനക്കിത് സാധിക്കാതെ ഒന്നുമില്ല, പക്ഷെ നിനക്ക് വേണ്ടത് എന്താ? നിൻ്റെ ബോധത്തിന് വികാസം ഉണ്ടാക്കണം. അപ്പോൾ ബോധത്തിന് വികാസം ഉണ്ടായാൽ നിനക്ക് ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ സാധിക്കാത്ത യാതൊന്നുമില്ല. ഇതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, എൻ്റെ സ്വാതന്ത്ര്യം.
വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ഗുരു പറഞ്ഞതിൻ്റെ ആ ആഴമുണ്ടോ. അപ്പോൾ ഈ അറിവ് കൊണ്ട് എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും സ്വതന്ത്രമാകുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അറിവായി തുടരുവാൻ, അറിവിനെ വികസിപ്പിക്കുവാൻ, അറിവിൻ്റെ അഖണ്ഡതയിലേക്ക് എത്തപ്പെടുവാൻ, ആ അഖണ്ഡമായ അറിവിൽ വസിക്കുവാൻ, അതിനെ നിലനിർത്തുവാൻ നമുക്ക് മനുഷ്യർക്ക് സാധിക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ എന്ത് വേണം? അതിന് സാധിച്ച മഹാത്മാക്കളെ അവൻ പിൻപറ്റണം, ഗുരുവിനെ പിൻപറ്റണം. ഈ തരത്തിൽ നമുക്ക് ഈ മന്ത്രത്തെ പരിമിതപ്പെടുത്താം. തുടർന്ന് നിങ്ങളുടെ ചിന്ത കൂടുതൽ ഈ മന്ത്രത്തിലേക്ക് ഉണ്ടാവട്ടെ, അതിലൂടെ നിങ്ങൾക്ക് പുത്തൻ ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ സമാപിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.